നോട്ട് അസാധുവാക്കൽ വിഷയം പാർലമെന്റ് നടപടികളെ ഇന്നും പ്രക്ഷുബ്ധമാക്കും. സർക്കാരിനെതിരായ പ്രതിഷേധം പാർലമെന്റിൽ ശക്തമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു. രാജ്യസഭയിൽ ഹാജരായിരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പാർട്ടി എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. മമതാ ബാനർജി ഇന്ന് ദില്ലിയിലെത്തും. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ഇന്ന് രാവിലെ 10:30 പാർലമെന്റിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കും. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് രാജ്യത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വച്ചതിനെ തുടർന്ന് രാജ്യസഭയിലെ നടപടികൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും തടസ്സപ്പെട്ടിരുന്നു. കാൺപൂരിലുണ്ടായ റെയിൽവേ അപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയതുപോലെ നോട്ട് അസാധുവാക്കലിന് ശേഷം ATMകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ ക്യൂ നിന്ന് മരിച്ചവർക്കും അനുശോചനം രേഖപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ രണ്ട് ആവശ്യങ്ങളിലും പ്രതിപക്ഷം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനിടയില്ല. അതേസമയം പ്രതിപക്ഷ ആവശ്യം സർക്കാരും അംഗീകരിക്കാനിടയില്ല. രാജ്യസഭയിൽ ഹാജരായിരിക്കണമെന്നാവശ്യപ്പെട്ട് BJP എംപിമാർക്ക് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കാനാണ് സാധ്യത. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വോട്ടെടുപ്പില്ലാതെ ചർച്ചയാകാമെന്ന നിലപാടിൽ സർക്കാരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇതിനിടെ നോട്ട് അസാധുവാക്കൽ വിഷയത്തിൽ പാർലമെന്റിനുള്ളിൽ നടത്തുന്ന പ്രതിഷേധ സമരം പാർലമെന്റിന് പുറത്തേക്കും വ്യാപിപ്പിക്കുവാൻ പ്രതിപക്ഷം തീരുമാനിച്ചു. ഇതിന്റെ ആദ്യപടിയായി ഇരുസഭകളിലെയും 200ഓളം പ്രതിപക്ഷാംഗങ്ങൾ നാളെ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തും. ഇതിനിടെ സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ മമതാ ബാനർജി ഇന്ന് ദില്ലിയിലെത്തും. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.